ഇപ്പോൾ ഇലക്ഷനൊക്കെ എടുക്കാൻ നടക്കുന്നൊരു കാര്യം പറയട്ടെ. ഇനി എങ്ങാനും ഞാൻ നാട്ടിലൊരു വിദ്യാഭ്യാസ മന്ത്രി ആവുകയാണെങ്കിൽ ഞാൻ ഈ നിയമം എന്തായാലും പാസ്സാക്കും. ഇനിയിപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഒരു ആരോഗ്യമന്ത്രിയായിട്ട് വേണോ അതോ ഒരു എന്താ പറയുക വിദ്യാഭ്യാസ മന്ത്രിയായിട്ടാണെന്ന് അറിയില്ല. ഇത് രണ്ടാണെങ്കിലും ഞാൻ ഈ നിയമം എന്തായാലും പാസ്സാക്കും കേട്ടോ. അപ്പോൾ ഏതാ നിയമം എന്നല്ലേ, നമ്മുടെ അത്യാവശ്യം വേണ്ട ബേസിക് ആവശ്യങ്ങളിലൊന്നാണ് എന്തൊക്കെയാണ്? പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം. അതുപോലെ തന്നെ ഒന്ന് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉറക്കം കെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കേണ്ട കാര്യമല്ലേ. ഇപ്പോൾ നമ്മളത് സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന കുട്ടികളുടെ മാത്രമല്ല അവരുടെ മാതാപിതാക്കളുടെയും ആ വീട്ടിലുള്ള എല്ലാവരും ഉറക്കം കെടുത്തും. അപ്പം നമുക്കതൊന്ന് ഒഴിവാക്കണം. എന്ത്? പെയിൻ ശല്യം അല്ലേ. അപ്പം ഞാൻ അങ്ങനെ മന്ത്രിയാകുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഉത്തരവിടിപ്പിക്കുന്ന ഫസ്റ്റത്തെ മെമ്മോ എൻ്റേതായിരിക്കും. സ്കൂളിലുള്ള എല്ലാ കുട്ടികളും പേൻ്റെ ഷാമ്പു ഉപയോഗിക്കേണ്ടതാണ്. ആദ്യം ആഴ്ചയ്ക്ക് 2 ദിവസം ഉപയോഗിക്കുക. അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണം. ഇതെല്ലാം അറ്റ്ലീസ്റ്റ് 2 ആഴ്ച കൂടുമ്പോൾ സ്കൂളിലെ ടീച്ചർമാർ അതിനുശേഷം അത് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ സ്കൂളിൽ കുട്ടികളുടെ തലയിൽ പേൻ കണ്ടാൽ ആ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ അവരുടെ മാതാപിതാക്കൾക്ക് ആ ക്ലാസ്സിലെ എല്ലാ മാതാപിതാക്കൾക്കും ഒരു മെസ്സേജ് വിട്ട് റിമൈൻഡ് ചെയ്തേണ്ടതാണ്. നിങ്ങളുടെ കുട്ടിയുടെ ക്ലാസ്സിൽ ഇന്ന് പേൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇന്ന് ഷാമ്പു ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെ എല്ലാവരുടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്യുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പേൻ എന്ന് പറഞ്ഞാൽ വേറെ നാടുകളിൽ സത്യത്തിൽ ഈ പേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് മെസ്സേജ് വരും. സത്യത്തിൽ അങ്ങനെ ഇല്ല, മെസ്സേജ് വരും നമുക്ക്. പക്ഷെ നാട്ടിലൊക്കെ ഉള്ള പിള്ളേരുടെ തല എന്തുമാത്രം പേനാണെന്ന് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ആ കൊച്ചിനെ ഐസൊലേറ്റ് ചെയ്യണം, ഒരു മാനിഫെസ്റ്റേഷനാണ് അത്. ശരിക്കും ഭയങ്കര ഒരു അസുഖമാണ്. അപ്പം അതിനെ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷാമ്പു ഉപയോഗിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഒരു കുട്ടീനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല. ഇതൊരു കമ്മ്യൂണിറ്റി ഇഷ്യൂ ആണ്. നമ്മൾ ആ ഒരു കുട്ടിയുടെ തല നമ്മൾ ഷാമ്പു ഇട്ട് കഴുകി പിറ്റേ ദിവസം സ്കൂളിൽ ചിലപ്പോൾ വീണ്ടും വരുന്നു. പക്ഷേ ഈ കമ്മ്യൂണിറ്റീനെ ട്രീറ്റ് ചെയ്യണം, ഹോൾ കമ്മ്യൂണിറ്റീനെ ഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഈ നിയമം അപ്പോൾ എന്തായാലും പാസ്സാക്കും. ഇനി ഇൻസ്പെക്ഷൻ അങ്ങാൻ പോകുമ്പം ആ സ്കൂളിൽ ഏതെങ്കിലും കുട്ടികളുടെ തലയിൽ പേനങ്ങാൻ കണ്ടാൽ അവരെ ഡീഗ്രേഡ് ചെയ്യും അല്ലല്ലേ. അപ്പം ശരി. അപ്പം വിദ്യാഭ്യാസ ആരോഗ്യമന്ത്രിയുടെ ഫസ്റ്റ് മെമ്മോ ഇപ്പം ഔട്ടായിട്ടുണ്ട്. അടുത്ത മെമ്മോ പുറകെ വരാം.